പറയുന്നത് പോലെ തന്നെ ബിഗ് ടി വി ആണ്. അപ്പോൾ ബിഗ് റെവലേഷൻസ് വരാം, ബിഗ് ബ്രേക്കിംഗ്സ് വരാം, അതുപോലെ തന്നെ ബിഗ് സ്റ്റോറീസ് വരാം. ആ സ്റ്റോറീസ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂസ് സ്റ്റോറീസ് ആണല്ലോ. അപ്പൊ ആ സ്റ്റോറീസ് കണ്ടെത്തുക എന്ന് പറയുന്നത് അത് മനുഷ്യരിലേക്ക് ഇറങ്ങി ചെന്നാലേ പറ്റുള്ളൂ. അപ്പോൾ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷമങ്ങൾ കേട്ട്, അതായത് നമ്മളൊരു വോക്കൽ ഫോർ ലോക്കൽ എന്ന രീതിയിൽ, അതായത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ളവരുടെ സൈഡ് ലൈൻഡ് ആയിട്ടുള്ള ആളുകളുടെ, അപ്പോൾ അങ്ങനെ പോകുന്ന മനുഷ്യർക്ക് അവരുടെ ലൈഫിന് ന്യൂസ് വാല്യൂ ഇല്ല എന്ന് കരുതിക്കൊണ്ട് എപ്പോഴും നമ്മൾ ഈ പറയുന്ന ടോക്കിംഗ് ഹെഡ്സിന്, ഐ മീൻ നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കളുടെ സൗണ്ട് ബൈറ്റ്സിന് പിന്നാലെ ഓടുന്നത് മാത്രമല്ല ജേർണലിസം. അതെന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ജേർണലിസം. പക്ഷേ അല്ലാതെ സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്ന ചോദ്യമായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്. അത് ഒരുപാട് പേര് നോക്കിയിട്ടുള്ളതല്ലേ? അങ്ങനെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങളും ശ്രമിക്കും. എനിക്ക് ഒരു വലിയ ടീം ഞങ്ങൾ ഒന്നിച്ചുണ്ട്. അപ്പോൾ ഇതൊരു ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു സ്വപ്നമല്ല. അനിലേരൂർ സർ തുടങ്ങി ഞങ്ങളുടെ ചെയർമാൻ വിജയ് വെന്നം റെഡ്ഡി, അദ്ദേഹം അടക്കം ഒരു ഫുൾ ടീമിന്റെ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാനായിട്ട് ഞങ്ങളുടെ ടീമിൽ ഇപ്പോൾ ഓൺ ബോർഡ് ആയിട്ടുള്ളത് വേണു ബാലകൃഷ്ണനുണ്ട്, അപർണ കുറുപ്പുണ്ട്, ലക്ഷ്മി പത്മയുണ്ട്, പിന്നെ ഫീൽഡിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന രീതിയിൽ പേരെടുത്ത ജോഷി കുര്യനുമുണ്ട്.